കേരളം മുഴുവൻ മാസങ്ങളോളം ചർച്ച ചെയ്ത കാര്യമായിരുന്നു ഫോർട്ട് കൊച്ചിയിൽ തുടങ്ങിയ വാട്ടർ മെട്രോ. ഇന്നലെയാണ് കുടുംബസമേതം വാട്ടർ മെട്രോയിൽ കയറാൻ അവസരം കിട്ടിയത്. വാഹനം ഫോർട്ട് കൊച്ചിയിൽ പാർക്ക് ചെയ്ത് വാട്ടർ മെട്രോയിൽ കയറി ഹൈക്കോടതി ജംഗ്ഷൻ വരെ ഒന്ന് പോയി. 50 രൂപയായിരുന്നു ഒരാൾക്ക് ഒരു സൈഡിലേക്ക് ചാർജ് ചെയ്തത്. ചാർജ് റീസണബിളായി തോന്നി. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഏകദേശം 1 മണിക്കൂർ വെയിറ്റ് ചെയ്തിട്ടാണ് വാട്ടർ മെട്രോയിൽ കയറാൻ പറ്റിയത്. ഈ സമയം സൈഡിൽ ചീനവല വെച്ച് മീൻ പിടിക്കുന്നതും ബോട്ടുകളും ഷിപ്പും ഒക്കെ വരുന്നതും പോകുന്നതും കണ്ട് നിന്നു. ഭക്ഷണപദാർത്ഥങ്ങൾ അനുവദിക്കില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഒന്നും കരുതാതെയാണ് ഹൈക്കോടതി ജംഗ്ഷനിലേക്ക് പോയത്. ഏകദേശം 100 പേരെയാണ് മാക്സിമം കയറ്റുക. അതിനാൽ ആൾ കൂടുന്നതനുസരിച്ച് വെയിറ്റിംഗ് ടൈം കൂടും. ആദ്യം കയറുന്നവർ ഒരു ഫാമിലിയിൽ 4 പേരാണെങ്കിൽ 4 പേരും ഒറ്റ നിരയിൽ ഇരിക്കാതെ 4 പേരും 4 സൈഡ് സീറ്റ് പിടിക്കുന്നതിനാൽ പിറകെ വരുന്ന ഭൂരിഭാഗം പേർക്ക് സൈഡ് സീറ്റ് കിട്ടില്ല. 50 പേർക്ക് ഇരുന്നും 50 പേർക്ക് നിന്നും പോകാവുന്ന രീതിയിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത്. പോകുന്ന വഴിയിൽ വലിയ മത്സ്യങ്ങൾ പൊങ്ങിച്ചാടുന്നത് കണ്ടു. മക്കളിലൊരാൾ അത് ഡോൾഫിനാണെന്നും മറ്റൊരാൾ സ്രാവാണെന്നും പറഞ്ഞു. ഷിപ്പിൽ നിന്ന് കണ്ടെയ്നർ കയറ്റുന്നതും ഇറക്കുന്നതും ബോൾഗാട്ടി പാലസും കടൽ തീരത്തുള്ള അതിമനോഹര കാഴ്ചകളുമൊക്കെ കണ്ട് ഹൈക്കോടതി ജംഗ്ഷനിലെത്തി. വാഹനം ഫോർട്ട് കൊച്ചിയിൽ പാർക്ക് ചെയ്തതുകൊണ്ട് ഹൈക്കോടതി ജംഗ്ഷനിൽ നിന്ന് തിരിച്ചു പോകാൻ വീണ്ടും ടിക്കറ്റ് എടുക്കണം. പോകാനും വരാനുമുള്ള ടിക്കറ്റ് എടുക്കാൻ സാധിച്ചിരുന്നെങ്കിൽ വെയിറ്റിംഗ് ടൈം ഒത്തിരി ലാഭിക്കാമായിരുന്നു എന്ന് തോന്നി. തിരിച്ച് ടിക്കറ്റ് എടുക്കാൻ ചെല്ലുമ്പോഴാണ് സർക്കാർ ഇത് ഉദ്ഘാടനം നടത്തി പോയതല്ലാതെ അത്യാവശ്യം വേണ്ട ഒരു ഇൻഫ്രാസ്ട്രക്ചറും ചെയ്തിട്ടില്ല എന്ന് മനസ്സിലാകുന്നത്. ഏകദേശം 500 പേരോളം പോകാനുണ്ടായിരുന്നു. അരമണിക്കൂറും 3/4 മണിക്കൂറും കൂടുമ്പോഴാണ് ബോട്ടുള്ളത്. ടിക്കറ്റ് എടുക്കാൻ മണിക്കൂറുകൾ കാത്തുനിന്നു. പിന്നെ ബോട്ടിൽ കയറാനും മണിക്കൂറുകൾ. ഭക്ഷണം അനുവാദമില്ലാത്തതിനാൽ കുട്ടികൾ നന്നേ ബുദ്ധിമുട്ടി. അതിനുള്ളിൽ ഡിസ്പെൻസറിൽ നിന്നുള്ള വെള്ളം മറ്റുള്ളവർ കുടിച്ച ഗ്ലാസ്സിൽ കുടിക്കേണ്ടി വന്നു. ഇത്രയും ആൾക്കാർ തിങ്ങി നിറഞ്ഞ് മണിക്കൂറുകൾ നിൽക്കുന്ന സ്ഥലത്ത് നാമമാത്ര ഫാൻ മാത്രമാണ് ഉള്ളത്. പ്രായമായവരാണെങ്കിൽ നന്നേ ബുദ്ധിമുട്ടും. ഒരു കാര്യം പറയുന്നതിൽ ക്ഷമിക്കണം. ഒരു പ്രാവശ്യം കൊച്ചി വാട്ടർ മെട്രോയിൽ കയറുന്ന വിദേശിയോ സ്വദേശിയോ ജീവിതത്തിൽ ഒരിക്കലും പിന്നെ കയറില്ല. ഇത് ഉദ്ഘാടനം നടത്തി പോയവരെ ഒരിക്കലെങ്കിലും ഈ ക്യൂവിൽ നിർത്തി ഒന്ന് യാത്ര ചെയ്യിപ്പിച്ചാൽ പൊതുജനം ഇപ്പോൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് കുറച്ചൊക്കെ മനസ്സിലാക്കാനും പരിഹരിക്കാനും കഴിയും. ഒരു ദീർഘവീക്ഷണവുമില്ലാതെയാണ് കേരളത്തിൽ ഓരോ പദ്ധതിയും കൊണ്ടുവരുന്നത് എന്നതിൻ്റെ നല്ല ഉദാഹരണമാണ് കൊച്ചി വാട്ടർ മെട്രോ. വെളിക്കിറങ്ങിയപ്പോൾ കണ്ട വലിയ ശിലാഫലകത്തിൽ രാജ്യവും കേരളവും ഭരിക്കുന്ന ആൾക്കാരുടെ പേരും ഈർക്കിൽ പാർട്ടികളുടെയും എല്ലാ പാർട്ടിയിലും പെട്ട ലോക്കൽ നേതാക്കളുടെയും പേരും കണ്ട് സഹതാപം തോന്നി. ഈ വീഡിയോ നിങ്ങൾ മാക്സിമം ആൾക്കാരിലേക്ക് എത്തിക്കുക. അങ്ങനെയെങ്കിലും വാട്ടർ മെട്രോ ഉപയോഗിക്കുന്ന സാധാരണക്കാർക്ക് അധികാരികളിൽ നിന്ന് അടിസ്ഥാന സൗകര്യങ്ങൾ ലഭിക്കട്ടെ. അങ്ങനെ കേരളത്തിലേക്ക് കൂടുതൽ വിനോദസഞ്ചാരികൾ എത്തട്ടെ. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായി ഈ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു.